അഞ്ചാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയ റിപ്പോർട്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ. ഏതാ? റിപ്പോർട്ട്സ്. നമ്മുടെ പേര് പോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ പഠിക്കുന്നത് എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ട്. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ തന്നെ ഒരുപാട് തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ല? നമ്മൾ ഇന്നിപ്പോ നമ്മൾക്ക് അറിയാവുന്ന റിപ്പോർട്ടുകൾ, ഇപ്പൊ മെമ്മോ റിപ്പോർട്ട് ആയിക്കോട്ടെ, ലെറ്റർ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം ഓരോ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അത് കൂടാതെ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ, മനസ്സിലായല്ലോ, ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിനാവശ്യമായ സ്റ്റെപ്സ്, റിപ്പോർട്ട് എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പുകൾ പാലിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ, എന്നാലേ അത് പൂർത്തിയാകത്തുള്ളൂ. സോ ആ സ്റ്റെപ്പുകളും അതും കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകളുടെ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ എന്താ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളുമാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് എക്സാമിന് റിപ്പോർട്ടുകൾ ചോദിക്കാറുണ്ട്. റിപ്പോർട്ടുമായി സംബന്ധിച്ച ചില ചോദ്യങ്ങളൊക്കെ വളരെ മാർക്ക്, അതായത് 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ലെസൺ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഓറൽ റിപ്പോർട്ടും റിട്ടൺ റിപ്പോർട്ടും. മനസ്സിലായല്ലോ? ഓറൽ റിപ്പോർട്ടും റിട്ടൺ റിപ്പോർട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഇത് രണ്ടിന്റെയും പ്രത്യേകത നോക്കാം. ആദ്യം തന്നെ ഓറൽ റിപ്പോർട്ട്. ഓറൽ റിപ്പോർട്ട് എപ്പോഴും ഏത് രീതിക്കായിരിക്കും? സ്പോക്കൺ ഫോം ആയിരിക്കും അല്ലെ? എന്തായിരിക്കും? സ്പോക്കൺ ഫോം. ഒരാൾ പറയണം അല്ലെ? ഓറൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്നൊരു വിഷയത്തെ കുറിച്ച് റിപ്പോർട്ട് ഒരാൾ പറയും, സ്പോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ? ഓറൽ റിപ്പോർട്ട്. എന്നാൽ റിട്ടൺ റിപ്പോർട്ടിൽ വരുമ്പോൾ ഒരിക്കലും എന്തല്ല, പറയുകയല്ല, it is in a written format. എഴുതിയ ഒരു ഫോർമാറ്റിലായിരിക്കും എന്ത് നമുക്ക് കാണാൻ സാധിക്കുക, നമ്മുടെ റിട്ടൺ റിപ്പോർട്ട് നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഓറൽ റിപ്പോർട്ട് പറയുന്ന തരത്തിലും റിട്ടൺ റിപ്പോർട്ട് എഴുത്ത് രൂപത്തിലുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മനസ്സിലായല്ലോ? ഇനി ഓറൽ റിപ്പോർട്ട് പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഓറൽ റിപ്പോർട്ട് നടക്കണമെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സണിന്റെ പ്രസൻസ് നമുക്ക് അവിടെ ആവശ്യമാണ്. കാരണം ഒരാൾ പറയുകയല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ റിട്ടൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു പേഴ്സണിന്റെ അത്യാവശ്യം അല്ലെ, ഒരു പേഴ്സണിന്റെ ആവശ്യം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടൺ ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ അത് റിപ്പോർട്ട് പറയാൻ ഒരു വ്യക്തിയുടെ ആവശ്യം വരുന്നില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഹാൻഡ് ഓവർ ചെയ്താൽ മതി. റിട്ടൺ റിപ്പോർട്ട്സ് ഒക്കെ എന്ത് ചെയ്താൽ മതി, കൈമാറിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ഓറൽ റിപ്പോർട്ട്സിന് എന്താന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അതായത് ഇമ്മീഡിയറ്റ് ക്ലാരിഫിക്കേഷൻ പോസിബിൾ ആണ്. അതായത് ഇപ്പോ ഒരു വ്യക്തി വന്ന് ഇങ്ങനെ ഓറൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തെറ്റിപ്പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തിരുത്താൻ സാധിക്കും. പെട്ടെന്നുള്ള ക്ലാരിഫൈ, മനസ്സിലായല്ലോ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പോസിബിൾ ആണ്. പക്ഷേ റിട്ടൺ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്തല്ല, പെട്ടെന്നൊന്നും എന്തല്ല, സാധ്യമല്ല. മനസ്സിലായല്ലോ? ഇനി ഓറൽ റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പോക്കൺ ഫോം ആയതുകൊണ്ട് തന്നെ, ഓറൽ റിപ്പോർട്ട് സ്പോക്കൺ ഫോം ആയതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നമുക്കത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്താണ്, ഭാവിയിൽ അത് ഉപകാരപ്രദമാകുമോ എന്നെന്താണ്, സംശയമാണ്. എന്നാൽ റിട്ടൺ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് എത്ര കാലം വേണമെങ്കിലും എഴുതി വെക്കാം. കാരണം റിട്ടൺ ഡോക്യുമെന്റ്സ് ആണല്ലോ റിപ്പോർട്ടുകൾ. സോ അതുകൊണ്ട് തന്നെ ഏത് ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഏതാണ്, റിട്ടൺ റിപ്പോർട്ട്സ്. കാരണം ഫ്യൂച്ചറിലേക്ക് നമുക്ക് അവൈലബിൾ ആകുന്നത് എന്താണ്, ഈ റിട്ടൺ റിപ്പോർട്ട്സുകളാണ്. മനസ്സിലായല്ലോ? പിന്നെ ഓറൽ റിപ്പോർട്ടുകൾ
റിപ്പോർട്ട് എന്തല്ല, ഫോർമൽ അല്ല. പക്ഷേ റിട്ടൺ റിപ്പോർട്ട്സുകൾ എന്താണ്, മോർ ഫോർമൽ ആണ്, കുറെ കൂടി ഫോർമൽ ആണ്. മനസ്സിലായല്ലോ? ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ ഓറൽ റിപ്പോർട്ടിനും അതുപോലെ തന്നെ റിട്ടൺ റിപ്പോർട്ടിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. സോ പറഞ്ഞ പോലെ തന്നെ ഈ റിപ്പോർട്ടുകൾ ഓറൽ റിപ്പോർട്ടും അതേപോലെ തന്നെ റിട്ടൺ റിപ്പോർട്ടുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞ അല്ലെ. ഇനി ഇതിലെ റിട്ടൺ റിപ്പോർട്ട് ഏതാ, ഇതിലെ റിട്ടൺ റിപ്പോർട്ട് വീണ്ടും എത്ര, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതാ, ഈ റിട്ടൺ റിപ്പോർട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻഫോർമൽ റിപ്പോർട്ടും ഫോർമൽ റിപ്പോർട്ടും. കൺഫ്യൂഷൻ ആയോ? ഇല്ല, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓറൽ റിപ്പോർട്ടും അതേപോലെ തന്നെ റിട്ടൺ റിപ്പോർട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. ഇനി ഈ റിട്ടൺ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ രണ്ടെണ്ണമാണ് ഏത്, ഫോർമൽ റിപ്പോർട്ടും ഇൻഫോർമൽ റിപ്പോർട്ടും. ഇപ്പൊ ക്ലിയർ ആയില്ല? ഓക്കെ. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഫോർമൽ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ ഫാക്ട്, അതായത് ഇൻഫോർമൽ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള കാര്യം, ആ വിഷയം എന്തായിരിക്കും, ഫോർമൽ ആയിരിക്കും, ഫോർമൽ മാറ്റർ ആയിരിക്കും. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന രൂപം എന്തായിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും. എന്തായിരിക്കും, പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈല്, പ്രസന്റ് ചെയ്യുന്ന രീതി എന്തായിരിക്കും, ഒരു ഇൻഫോർമൽ സ്റ്റൈൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഇൻഫോർമൽ റിപ്പോർട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇൻഫോർമൽ റിപ്പോർട്ടിലുള്ള അടങ്ങിയിട്ടുള്ള ഫാക്റ്റുകൾ എന്തായിരിക്കും, ഫോർമൽ തന്നെയായിരിക്കും. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന രീതി എന്തായിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു, ഇൻഫോർമൽ റിപ്പോർട്ടുകൾ എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ ഇൻഫോർമൽ റിപ്പോർട്ടിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതാ, ലെറ്റർ റിപ്പോർട്ട്, മാത്രമല്ല മെമ്മോ റിപ്പോർട്ടുകൾ. മനസ്സിലായല്ലോ? ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഫോർമൽ റിപ്പോർട്ടിന്റെ അണ്ടറിൽ നമുക്ക് എക്സാമ്പിൾ ആയി പറയുന്നത്. ഏതൊക്കെയാണ്, ലെറ്റർ റിപ്പോർട്ട്, അതുപോലെ തന്നെ മെമ്മോ റിപ്പോർട്ട്. ഇതൊക്കെയാണ് ഇൻഫോർമൽ റിപ്പോർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ റിട്ടൺ റിപ്പോർട്ടിന്റെ മറ്റൊരു ഭാഗമാണ് ഏത്, ഫോർമൽ റിപ്പോർട്ട് അല്ലെ. ഇൻഫോർമൽ റിപ്പോർട്ട് ഞാൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എന്താ, ഫോർമൽ റിപ്പോർട്ട്. മനസ്സിലായല്ലോ? ഫോർമൽ റിപ്പോർട്ട് ഏതാന്ന് നോക്കാം. പൊതുവെ ഫോർമൽ റിപ്പോർട്ട് എന്തിനാണ്, ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ഫോർമൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ അതായത് ഈ ഫോർമൽ റിപ്പോർട്ടുകളിൽ അടങ്ങിയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് ഡീപ്പ് അനലൈസേഷന് ശേഷം വരുന്ന റിപ്പോർട്ടുകളായിരിക്കും. മനസ്സിലായല്ലോ? പൊതുവെ ഇതൊക്കെ ഈ ഫോർമൽ റിപ്പോർട്ട് ആവശ്യമുള്ളത് ഒന്നല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ അക്കാഡമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടായിരിക്കും പൊതുവെ നമ്മൾ എന്ത് കാണുന്നത്, ഫോർമൽ റിപ്പോർട്ടുകൾ അതിനാണ് ഉപയോഗിച്ചു വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഫോർമൽ റിപ്പോർട്ടിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഏതാ, അതായത് ഇന്റർപ്രറ്റീവ് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ ഇൻഫോർമേഷണൽ റിപ്പോർട്ട്സ്, മാത്രമല്ല റൂട്ടിംഗ് റിപ്പോർട്ട്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഫോർമൽ റിപ്പോർട്ടിന്റെ അണ്ടറിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. സോ ഇതാണ് യഥാർത്ഥത്തിൽ, ഇങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ടുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ലെസണിൽ മെയിൻ ആയിട്ട് പാക പഠിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്. സോ അപ്പൊ അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് the steps involved while writing a report. ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ആൻഡ് പർപ്പസ് ഓഫ് ദി റിപ്പോർട്ട്. ആ ഒരു റിപ്പോർട്ടിന്റെ നമ്മൾ എഴുതുന്ന റിപ്പോർട്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതായത് ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്താണ്, മാത്രമല്ല അതിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം, വിശദീകരിക്കണം. ഈ റിപ്പോർട്ടിന്റെ ആവശ്യകതയെ കുറിച്ചും ഈ റിപ്പോർട്ടിന്റെ സ്കോപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ പർപ്പസ്, ആവശ്യകത, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് ഏത്, കളക്ട് ഡാറ്റ. ഓക്കെ, റിലവന്റ് ഡാറ്റ. ഈ റിപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ആവശ്യത്തിന് അനുസരിച്ചുള്ള ഡാറ്റ
നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഈ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ ആവശ്യമുള്ള ഡാറ്റകൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്യണം. പൊതുവേ ഈ ഡാറ്റകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടാറ്? ഒന്നല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നുമായിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയയിൽ നിന്നായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് റെക്കോർഡ്സ് നിന്നായിരിക്കും, അല്ലെങ്കിൽ ഓഫീസ് ഫയൽസിൽ നിന്നായിരിക്കും. ഇതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് റിലവന്റ് ഡാറ്റ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കിട്ടുക. സോ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വേറെ ഒരാൾ കടന്നു വരികയാണ്. അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കിയാലോ എന്നാല്. ഈ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് എന്ത്? പേഴ്സണൽ ഇന്റർവ്യൂ. പേര് പോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? പേഴ്സണൽ ആയിട്ട് കണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫർമേഷൻ അഥവാ ഡാറ്റ ഒരാളിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു വഴിയാണ് ഏത്? ടെലിഫോണിക് ഇന്റർവ്യൂ. മനസ്സിലായല്ലോ? ടെലിഫോണിക് ഇന്റർവ്യൂയിലൂടെ ഒരു വിഷയത്തെ കുറിച്ച് ബ്രീഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് സർവേസ് ആൻഡ് ക്വസ്റ്റ്യനറീസ് അല്ലെ. വലിയ ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു വലിയൊരു ആൾക്കൂട്ടത്തിൽ നിന്നുമാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ അല്ലെ. എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യാ? സർവേക്ക് പോയി സർവേയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുക. അതും ഒരു ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ്. മനസ്സിലായല്ലോ? ഇനി മറ്റൊന്നാണ് ഒബ്സർവേഷൻ. അതായത് വേറൊന്നുമല്ല, സ്വന്തമായിട്ടുള്ള എക്സ്പെരിമെന്റിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റിലൂടെ എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുക? ഡാറ്റ കളക്ട് ചെയ്യുക. ഈ 4 വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വഴികൾ അഥവാ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ. ഏതൊക്കെ? പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, സർവേസ് ആൻഡ് ക്വസ്റ്റ്യനറീസ് ആൻഡ് ദെൻ ഒബ്സർവേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. സോ ഈ വഴിയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ബാക്ക് ടു ദി പോയിന്റ്. സോ നമ്മളിപ്പോ നോക്കുന്ന സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ് എ റിപ്പോർട്ട്. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഏതാണ്? നമ്മുടെ ഈ റിപ്പോർട്ടിന്റെ ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അതുപോലെ തന്നെ പർപ്പസ് ഡിഫൈൻ ചെയ്യുക. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് എന്ത്? റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഒരു നമ്മുടെ റിപ്പോർട്ട് എഴുതുന്നതിന് മുൻപ് തന്നെ അതായത് ഒരു ഫൈനൽ റിപ്പോർട്ട് എഴുതുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? ഒരു ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുക? എഴുതി നോക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ എഴുതുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ പോയിന്റ്സ് എന്തെങ്കിലും നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കണം, അപ്പൊ അതിൽ സാധിക്കും. മനസ്സിലായല്ലോ? ഫൈനൽ റിപ്പോർട്ടിന് മുൻപ് എന്ത് ചെയ്യുക? ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിനുശേഷം പിന്നെ നാലാമത്തെ പോയിന്റ് ആണ് പ്രിപ്പയറിംഗ് ദി ഔട്ട്ലൈൻ. എന്ത് ചെയ്യുക? കീവേഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ റിപ്പോർട്ടിൽ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? സോ ഈ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് അതിന്റെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ല? ഇത്രയും സ്റ്റെപ്സ് ആണ് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ, ഇത്രയും സ്റ്റെപ്സിലൂടെ ആവണം ഒരാൾ എന്ത് ചെയ്യേണ്ടത്? കടന്നു പോവേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ ആകെ നമുക്ക് നോക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആട്ടോ. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഭയങ്കര ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നോക്കണം. നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പഠിച്ചത്? ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ട് അല്ലെ. റിപ്പോർട്ടുകളിൽ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. മാത്രമല്ല ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ ആകണം കടന്നു പോകേണ്ടതെന്ന് പഠിച്ചു. ഇനിയിപ്പോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അല്ലെ, ഡാറ്റ ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നന്നായി വായിക്കുക, വായിച്ചു പഠിക്കുക. ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ. സോ അതുവരെയും ബൈ.